നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൗഡർ മെറ്റലർജി എന്ന ടോപ്പിക്കിനുള്ളിലുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിലൊന്നാണ് പൗഡർ മെറ്റലർജി. പൗഡർ മെറ്റലർജിക്കകത്ത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റൽസിനെ പൗഡർ ഫോമിലേക്ക് ആദ്യം പൾവറൈസ് ചെയ്തതിനെ കോമ്പാക്റ്റ് ചെയ്ത് സിൻറ്ററിങ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴി വീണ്ടും റീമേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, സോ പൗഡർ മെറ്റലർജിയുടെ അഡ്വാൻറ്റേജസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇത് തന്നെയാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് ഹയർ ഡെൻസിറ്റി. സോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് നാച്ചുറലി ഒരു മെറ്റൽ പ്രോസസ്സ് ചെയ്ത് മെറ്റലർജിക്കൽ പ്രോസസ്സ് ഏതോ ആയിക്കോട്ടെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന മെറ്റലിനെക്കാളും ഡെൻസിറ്റി ഹയർ ആയിരിക്കും പൗഡർ മെറ്റലർജിയിൽ ഫോം ചെയ്തെടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സാധാരണ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. ഏതൊക്കെ പ്രോപ്പർട്ടീസ്? ആദ്യത്തേത് ഹാർഡ്നെസ്. സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്ന ടെൻസൈൽ ആൻഡ് ഷിയർ സ്ട്രെങ്ത് ആണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ഹയർ ആയിരിക്കും. ഇതാണ് പൗഡർ മെറ്റലർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൗഡർ മെറ്റലർജി ആ പ്രോസസ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇനിഷ്യലി പൗഡർ മെറ്റലർജിയിൽ നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റൽ തന്നെയാണ്. മെറ്റൽ ബില്ലറ്റ്സിനെ എടുത്ത് അതിനെ ആദ്യം പൾവറൈസ് ചെയ്യും. അപ്പം പൾവറൈസിങ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വഴിയെ നോക്കാം. പൾവറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിനെ ഫൈൻ പൗഡറായിട്ട് മാറ്റുന്നതിനെയാണ് പൾവറൈസിങ് എന്ന് പറയുന്നത്. പൾവറൈസ് ചെയ്ത മെറ്റൽ പൗഡറിനെ ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡിങ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത് ഈ എടുത്ത മെറ്റൽ പൗഡറിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ആഡിറ്റീവ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലോയ്സ് ഫോം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ അനുസരിച്ചുള്ള മെറ്റൽ പൗഡേഴ്സ് വേറെ ഏതൊക്കെ മെറ്റലാണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ് കംപ്ലീറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഇതിനെ കോമ്പാക്റ്റിംഗ് എന്ന സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. കോമ്പാക്റ്റിങ്ങിൽ നമുക്കൊരു മൗൾഡഡ് ഷേപ്പ് ഉണ്ടാവും, ഒരു ബില്ലറ്റ് ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പിനുള്ളിലേക്ക് ഈ പൗഡറിനെ ഫില്ല് ചെയ്ത് അതിനെ ആദ്യം കംപ്രസ് ചെയ്ത് ഒരു ബേസിക് ഷേപ്പ് ഫോം ചെയ്യും. ആ മൗൾഡിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് രണ്ട് പ്രോസസ്സ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കോൾഡ് കോമ്പാക്റ്റിംഗ്, രണ്ടെന്ന് പറയുന്നത് ഹോട്ട് കോമ്പാക്റ്റിംഗ്. കോൾഡ് കോമ്പാക്റ്റിങ്ങിൽ സംഭവിക്കുന്നത് ടെമ്പറേച്ചർ റേസ് ചെയ്യാതെ തന്നെ ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്ത് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് കോൾഡ് കോമ്പാക്റ്റിംഗ്. ഹോട്ട് കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്നത് ഈ മൗൾഡിനകത്ത് വെച്ച് മെറ്റലിനെ സ്ലൈറ്റ്ലി ഹീറ്റ് ചെയ്യും. ഹോട്ട് കോമ്പാക്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സിൻറ്ററിങ് സംഭവിക്കുന്ന പോലെ, സിൻറ്ററിങ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഓൾറെഡി കോമ്പാക്റ്റ് ചെയ്ത മൗൾഡിനെ വിത്ത് ഇൻക്ലൂഡിങ് ദ മൗൾഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ മെറ്റൽ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഫ്യൂസായി ഇത് വീണ്ടും സോളിഡ് ആവും. ഓക്കെ, സെയിം സംഭവം തന്നെ ഹോട്ട് കോമ്പാക്റ്റിങ്ങിലും സംഭവിക്കും. ഹോട്ട് കോമ്പാക്റ്റിങ്ങിൽ ഹോട്ട് കണ്ടീഷനിലായിരിക്കും എൻ്റെ പൗഡർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കംപ്രസ് ചെയ്യുമ്പം ഹീറ്റ് ഇൻക്രീസ് ആയിട്ട് അതിനുള്ളിലിരുന്നു കൊണ്ട് തന്നെ അത് സോൾഡായി മാറും. സോ അത് ഹോട്ട് കോമ്പാക്റ്റിംഗ്. സിൻറ്ററിങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൾഡ് കണ്ടീഷനിൽ ഉള്ള പൗഡറിനെ കംപ്രസ് ചെയ്തിട്ട് ആ മൗൾഡിനെ ഹീറ്റ് ചെയ്യും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക്. അപ്പോൾ ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഫ്യൂസ് ആകും. ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനിഷിംഗ് ഓപ്പറേഷനാണ്. ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ കിട്ടിയ പ്രോഡക്റ്റിനെ സർഫേസ് പോറോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫെർദർ ഹീറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫെർദർ ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ അതും അല്ലെങ്കിൽ അതിൽ എക്സ്റ്റെൻഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രോസസ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പാർട്സ് ആയിട്ട് നോക്കാം. ആദ്യം ഈ പൾവറൈസേഷൻ എങ്ങനെ നടക്കുന്നു, നമുക്ക് ഈ പൗഡർ എങ്ങനെയാണ് കിട്ടുന്നത്, മെറ്റൽ പൗഡർ എങ്ങനെ കിട്ടുന്നു. മെറ്റൽ പൗഡർ ഒബ്റ്റെയിൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ പൾവറൈസേഷനാണ്.
മെക്കാനിക്കൽ പൾവറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫോഴ്സ് യൂസ് ചെയ്ത് മെറ്റലിനെ പൗഡറാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇതിനകത്ത് പൾവറൈസർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ടാകും. സോ ജനറലി നോക്കിക്കഴിഞ്ഞാൽ മെഷീൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 റോളേഴ്സ് ഉണ്ടാവും. ഇതിനെ ക്രഷർ എന്ന് പറയും. ഫീഡ് ഇതിനെ ഹോപ്പർ എന്ന് പറയും. ഹോപ്പർ വഴി മെറ്റലിൻ്റെ ബ്ലോക്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിനകത്ത് കട്ടേഴ്സ് ഉണ്ടാവും. കട്ടേഴ്സ് ഇതിനെ ക്രഷ് ചെയ്ത് പൗഡറാക്കി തരും. ഇതാണ് ജനറലി അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുന്നതാണ് പൾവറൈസർ എന്ന് പറയുന്ന മെഷീൻ ചെയ്യുന്നത്. ഈ മെഷീനിനെ ചെയ്യുന്ന പ്രോസസ്സാണ് ക്രഷിങ് ആൻഡ് മില്ലിങ്. സോ മെക്കാനിക്കൽ ഫോഴ്സ് യൂസ് ചെയ്ത് ഒരു മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ സാധാരണ മില്ലിലൊക്കെ അരിയും മുളകും എല്ലാം പൊടിക്കുന്ന പോലെ പൊടിച്ചെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രഷിങ് ആൻഡ് മില്ലിങ്. ഇതല്ലാതെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്ന മഷീനിങ് എന്ന് പറയുന്ന ഫയലിംഗ്, ഫ്രിക്ഷൻ ബേസ് ചെയ്തുള്ള എന്ത് മെത്തേഡും മഷീനിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് ഷിയർ ഫോഴ്സാണ് അപ്ലൈ ആകുന്നത്. ഷിയർ അപ്ലൈ ചെയ്തുള്ള മെറ്റൽ റിമൂവൽ പ്രോസസ്സിനെ മഷീനിങ് എന്ന് പറയും. അപ്പം മെഷീനിങ്ങിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഷിയർ കാരണം സംഭവിക്കുന്നതുകൊണ്ട് ചെറിയ ഫ്ലേക്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതിനെ ഫർദർ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ക്രഷിങ് ആൻഡ് മില്ലിങ് എടുത്തു കഴിഞ്ഞാൽ പൗഡറായിട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ടിങ് എന്ന് പറയും. ഷോർട്ടിങ് എന്ന് പറയുന്നത് ചെറിയ മെറ്റൽ ബോൾസോ അല്ലെങ്കിൽ ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീലോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ കോമ്പണൻസ്, ലക്ഷക്കണക്കിന് ബോൾസ് ഉണ്ടാവും. ഇത് മെറ്റലിൻ്റെ ബ്ലോക്സിൻ്റെ കൂടെ ഫയർ ചെയ്യും. ഹൈ വെലോസിറ്റിയിൽ അതിലേക്ക് ഫയർ ചെയ്ത് ക്രഷ് ചെയ്യും. അതിനെ റോൾ ചെയ്യാൻ വിടുമ്പം ബൈ ഫ്രിക്ഷൻ ആൻഡ് ഇമ്പാക്റ്റ് ഇതിൻ്റെ സർഫേസിൽ നിന്ന് ചെറിയ ചിപ്സ് ആയിട്ട് ഇത് പൊടിയും. അങ്ങനെ പൊടിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മാറുന്നതാണ് ഷോർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഷോർട്ടിങ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്, ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ വരുന്ന ഇലക്ട്രോലൈറ്റിക് ഡെപ്പോസിഷനിൽ നമ്മൾ ഒരു പ്യൂർ മെറ്റലിൻ്റെ ബാർ എടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള മെറ്റൽ ബാറും നമ്മൾ എടുക്കുന്നു. ഇതിനകത്ത് ആ മെറ്റലിൻ്റെ തന്നെ ഒരു സോൾട്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനായിട്ട് വെച്ചിട്ടുണ്ടാകും. ഒരെണ്ണം ആനോഡും ഒരെണ്ണം കാത്തോഡും ആയിട്ട് വയ്ക്കുന്നു. എൻ്റെ നോർമൽ ഇലക്ട്രോളിസിസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഉള്ള ബാറിലുള്ള ആനയോൺസ് ഫ്ലോ ആയി എൻ്റെ നെഗറ്റീവ് കാത്തോഡിലേക്ക് ചെന്ന് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ഇത് ചെറിയ ഡെൻഡ്രൈറ്റിസ് ആയിട്ട് കാണാൻ കഴിയും. ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത് ചെറിയ ഫില്ലിങ് നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വെളിയിലോട്ട് തള്ളി വരും. അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ പൗഡറാണ്, മെറ്റൽ പൗഡറാണ് പ്യൂർ ഫോമിലുള്ള. അത് നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്നതാണ് ഇലക്ട്രോലൈറ്റിക് ഡെപ്പോസിഷൻ. അടുത്തത് കെമിക്കൽ റിഡക്ഷൻ എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ പ്രസൻസിൽ മെറ്റൽ ഓക്സൈഡ്സിന്, ഇപ്പം ഫെറിക് ഓക്സൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് തുരുമ്പെടുത്തിട്ട് ഹൈഡ്രജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് റിയാക്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്യൂർ അയൺ സെപ്പറേറ്റ് ആവും, ബാക്കി H2O ഫോം ആവും. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ കോപ്പറിൻ്റെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ ഞാൻ പാർഷ്യലി ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പ്യൂർ കോപ്പർ സെപ്പറേറ്റ് ആകും, ബാക്കി H2O റെസിഡ്യുവലായിട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്ത് എനിക്ക് പൾവറൈസേഷൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പൾവറൈസിങ്ങിലെ അറ്റോമൈസേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് പൾവറൈസിങ്ങിൽ നിലവിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ആവുന്ന പ്രോസസ്സാണ്. കാരണം ഇത് വളരെ ഫാസ്റ്റാണ്, ലാർജ് ക്വാണ്ടിറ്റീസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു റിയാക്ഷൻ ചേംബർ പോലെ ഒരു സംഭവം ഉണ്ടാവും. ഇതാണ് റിയാക്ഷൻ ചേംബർ. ഓക്കെ, ഈ ചേംബറിൻ്റെ മേളിലത്തെ ഈ ഹാഫിൽ നമ്മുടെ മോൾട്ടൻ മെറ്റലായിരിക്കും ഉണ്ടാകുന്നത്. മോൾട്ടൻ മെറ്റൽ ഏത് മെറ്റലാണോ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പൗഡറാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ മെറ്റൽ ഫിൽഡ് ആയിരിക്കും. ഈ മോൾട്ടൻ മെറ്റൽ ഒരു നോസിൽ വഴിയെ ഹൈ വെലോസിറ്റിയിൽ
താഴേക്ക് സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഇനേർട്ട് ഗ്യാസോ അല്ലെങ്കിൽ എയറോ, അത് ഡിപ്പെൻഡിങ് ഓൺ ദി മെറ്റലാണ്, ഇതിനകത്തേക്ക് ഹൈ വെലോസിറ്റിയിൽ പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മെറ്റൽ ഡ്രോപ്ലെറ്റ്സ് അവിടെ വെച്ച് തന്നെ ഹീറ്റ് റിജക്റ്റ് ചെയ്ത് തണുക്കുമ്പോൾ ഇത് ഹാർഡനായിട്ട് താഴെ വന്ന് ഈ റീജിയനിൽ കളക്റ്റ് ആവും. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ പൗഡർ കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഗ്യാസ് അറ്റോമൈസേഷൻ എന്ന പ്രോസസ്സാണ്. അറ്റോമൈസേഷനിൽ തന്നെ ഗ്യാസ് യൂസ് ചെയ്ത് അറ്റോമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഗ്യാസ് അറ്റോമൈസേഷൻ എന്ന് പറയും. അപ്പം ഈ കൊടുക്കുന്ന ഗ്യാസിന് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് പ്രഷർ ഇൻക്രീസ് ചെയ്യാനും, 2 കൂളിങ്ങിനും വേണ്ടിയിട്ട്. ഇതേ പ്രോസസ്സ് ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് വാട്ടർ അറ്റോമൈസേഷൻ ആവും. വാട്ടർ അറ്റോമൈസേഷൻ ആകുമ്പോൾ ഇവിടെ വരുന്ന മോൾട്ടൻ മെറ്റൽ അതെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന ഗ്യാസിന് പകരം ഞാനൊരു ലിക്വിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാട്ടർ ആയിരിക്കും ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്യുന്നത് ഹൈ വെലോസിറ്റിയിൽ. അപ്പോൾ പ്രഷറൈസ്ഡ് വാട്ടർ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കൂളിംഗ് എന്ന് പറയുന്നത് വളരെ റാപ്പിഡാണ്. അപ്പം ഈ മെത്തേഡ് പെർട്ടിക്കുലർലി വാട്ടർ അറ്റോമൈസേഷൻ എന്ന പ്രോസസ്സ് പെർട്ടിക്കുലർലി ഉപയോഗിക്കുന്നത് 1600 ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചറുള്ള മെറ്റൽസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ലോവർ ടെമ്പറേച്ചറിൽ ലിക്വിഫൈ ആകുന്ന മെറ്റൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്യാസ് അറ്റോമൈസേഷൻ. അപ്പം ലിക്വിഡ് അറ്റോമൈസേഷനിൽ 1-2 ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഗ്യാസ് യൂസ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന പൗഡറിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ പാർട്ടിക്കിൾസ് ആണ്. അപ്പം പാർട്ടിക്കിൾസിൻ്റെ ഷേപ്സ് ഉണ്ട്. ഷേപ്സ് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ സ്പെറിക്കൽ പാർട്ടിക്കിൾസ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇറഗുലർ പാർട്ടിക്കിൾസ് ആയിരിക്കും കിട്ടുന്നത്. മാത്രമല്ല കിട്ടുന്ന പാർട്ടിക്കിൾസ്, മെറ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഹാർഡൻഡ് ആയിരിക്കും.